ഓം ശാന്തി. സ്വയം ബാഹ്യലോകത്തിൽ നിന്നും ഡിറ്റാച്ചായി സെക്കൻഡിൽ ഞാൻ അന്തർമുഖിയാകുന്നു. ശാന്തസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. മസ്തകമധ്യത്തിൽ പ്രകാശിക്കുന്ന സ്വസ്വരൂപത്തെ ഞാൻ കാണുന്നു. ഞാൻ ഒരു അതിസൂക്ഷ്മ പ്രകാശപുഞ്ചമാണ്, ശക്തിപുഞ്ചമാണ്. എൻ്റെ പ്രകാശമയ ശക്തി സ്വരൂപത്തെ ഞാൻ ദർശിക്കുന്നു. എന്നിൽ നിന്നും നാലുപാടും ശക്തികളുടെ കിരണങ്ങൾ പ്രസരിച്ചുകൊണ്ടിരിക്കുന്നു. ദേഹവും ദേഹത്തിൻ്റെ സംബന്ധവും ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നും ബുദ്ധിയെ വേർപെടുത്തി ഞാൻ വദനത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. സാക്ഷിയായി ഞാൻ പ്രകാശിക്കുന്ന എൻ്റെ ഫരിസ്ത സ്വരൂപത്തെ അവ്യക്തവദനത്തിൽ അവ്യക്ത ബാപ്പുദാദയുടെ അടുത്ത് അനുഭവം ചെയ്യുന്നു. ബാപ്പുദാദയിൽ നിന്നും നാലുപാടും ദിവ്യ തേജസ് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ബാപ്പുദാദയുടെ കമല നയനങ്ങളിൽ നിന്നും ദൃഷ്ടി സ്വീകരിക്കുകയാണ്. എന്നിൽ സ്വതവേ ആത്മീയ ബലം നിറയുന്നു. ഞാൻ ധന്യമാകുന്നു. ഇപ്പോൾ എൻ്റെ സൂക്ഷ്മ ശരീരം ലോപമായിരിക്കുന്നു. ഞാൻ നിരാകാർ വജ്രതുല്യ ആത്മാവ് എൻ്റെ പ്രകാശം പരത്തിക്കൊണ്ട് മൂലവദനത്തിലേക്ക് ഉയരുന്നു. ഞാൻ ആത്മാ ജ്ഞാന സൂര്യ സർവശക്തിവാൻ ശിവബാബയുടെ അനന്ത കിരണങ്ങളുടെ കീഴെയിരിക്കുന്നു. ബാബയുടെ സമസ്ത കിരണങ്ങൾ ഞാൻ ആത്മാവിൽ പതിയുന്നു. എന്നിൽ ആത്മീയ ബലം നിറയുന്നു. ഞാൻ ആത്മാ സർവശക്തിവാന്റെ സർവശക്തികളും സ്വീകരിക്കുന്നു. ശക്തിശാലിയാകുന്നു. ഞാൻ സർവശക്തിവാൻ ബാബയുടെ കൂടെയാണ്. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാകുന്നു. ബീജരൂപ ബാബയുടെ കൂടെ ബീജരൂപസ്ഥിതിയിൽ ഞാൻ സ്ഥിതമാകുന്നു. ഞാൻ ആത്മീയ ബലത്താൽ സമ്പന്നമായി താഴേക്ക് വരികയാണ്. എൻ്റെ ദിവ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഞാനിപ്പോൾ സമ്പൂർണ്ണ പവിത്ര ശക്തിശാലി ദിവ്യ സ്വരൂപത്തിലാണ്. എന്നിൽ നിന്നും നാലു ഭാഗത്തും
ദിവ്യ പ്രകാശം പരക്കുന്നു. ഞാൻ ദിവ്യ ഗുണങ്ങളുടെയും ദിവ്യ ശക്തികളുടെയും സ്വരൂപമാണ്. ഓർമ്മയുടെ യാത്രയിലൂടെ സ്വയം തന്നിൽ ആത്മീയ ബലം നിറച്ച് ഞാൻ വളരെ ശക്തിശാലിയായി അനുഭവം ചെയ്യുന്നു. ഓർമ്മയുടെ യാത്രയിലൂടെ ഞാൻ സമ്പാദ്യം ശേഖരിക്കുന്നു, വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. ബാബയുടെ സംഘത്തിൽ ഉയരുന്ന കലയുണ്ടാകുന്നു, രാവണന്റെ സംഘത്തിൽ താഴേക്കു വീഴുന്നു. ബാബയുടെ സംഘത്തിലൂടെ ഗതി സദ്ഗതിയായി മാറുന്നു. അതിനാൽ ബാബയെ മാന്ത്രികൻ എന്ന് പറയുന്നു. ബാബ ആത്മാക്കളുടെ അച്ഛനാണ്, പരംപിതാവാണ്, പതിത പാവനനാണ്. ഞാൻ ദേഹത്തിൻ്റെ എല്ലാ സംബന്ധങ്ങളെയും ഉപേക്ഷിച്ച് ഒരേ ഒരു ബാബയെ ഓർമ്മിക്കുന്നു. എല്ലാ മിത്ര സംബന്ധികളെയും ഞാൻ മറക്കുന്നു, പാപം ഭസ്മമാക്കുന്നു. ഞാൻ പവിത്രമായി മാറി പവിത്ര ലോകത്തിൻ്റെ അധികാരിയാകുന്നു. ഞാൻ വിദേഹിയായ ബാബയെ ഓർമ്മിക്കുന്നു. ദേവതകൾ സദാ പവിത്രമാണ്. ഇപ്പോൾ എന്നെ അസുരനിൽ നിന്നും ദേവതയാക്കി മാറ്റുന്നു. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുന്നതിലൂടെ ദൈവിക സമ്പ്രദായത്തിലേതായി മാറും. ഈ സംഗമയുഗത്തിൽ എനിക്ക് ബാബയെ ലഭിച്ചു. ഇപ്പോൾ തീർച്ചയായും ദൈവിക സമ്പ്രദായത്തിലേതായി മാറണം. ദൈവിക സമ്പ്രദായത്തിലുള്ളവർക്ക് അളവില്ലാത്ത സുഖമുണ്ട്. ഇത് ഹിംസകരുടെ ലോകമാണ്. ദേവതകൾ അഹിംസകരാണ്. ഞാനിപ്പോൾ യോഗബലത്തിലൂടെ പാപത്തെ ഭസ്മമാക്കുന്നു. ഓർമ്മയുടെ യാത്രയിലൂടെ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. ഞാൻ സതോ പ്രധാനമായിരുന്നു, ഇപ്പോൾ തമോ പ്രധാനമായി. നഷ്ടമുണ്ടായിരിക്കുന്നു, വീണ്ടും സമ്പാദ്യമുണ്ടാക്കണം. ഭഗവാൻ മുഴുവൻ ലോകത്തിനും സദ്ഗതി ഉണ്ടാക്കുന്നു. എല്ലാവർക്കും മുക്തിയും ജീവൻ മുക്തിയും നൽകുന്നു. പരിധിയില്ലാത്ത ബാബ വന്ന് എല്ലാവരെയും തിരികെ കൊണ്ടുപോകുന്നു. ഞാൻ മുക്തിധാമം വഴി ജീവൻ മുക്തിയിലേക്ക് പോകുന്നു. ഈ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ എനിക്ക് സൃഷ്ടിചക്രത്തിൻ്റെയും രചയിതാവിൻ്റെയും രചനയുടെയും ആദി മധ്യ അന്ത്യത്തിൻ്റെ ദർശനമുണ്ടായിരിക്കുന്നു. ഞാൻ സത്യയുഗത്തിലായിരുന്നപ്പോൾ 16 കലാ സമ്പൂർണമായിരുന്നു. പിന്നീട് ഏണിപ്പടി ഇറങ്ങിക്കൊണ്ടിരുന്നു, താഴേക്ക് വന്നുകൊണ്ടിരുന്നു. എന്നാൽ ഏണിപ്പടി കയറുന്നത് വളരെ വേഗത്തിലാണ്. ബാബ സർവരുടെയും സദ്ഗതി ദാതാവാണ്.
ഞാൻ പൂർണ്ണ പുരുഷാർത്ഥം ചെയ്ത് വിജയമാലയിലെ മുത്തായി മാറുന്നു. അപ്പോൾ ശിക്ഷകളിൽ നിന്നും മുക്തമാകുന്നു. ഞാനിപ്പോൾ വഴികാട്ടിയാണ്. വീട്ടിലേക്ക് പോകുന്നതിനുള്ള യാത്രയിലാണ്. ബാബ വന്ന് എല്ലാവർക്കും മുക്തി, ജീവൻ മുക്തിയിലേക്കുള്ള വഴി പറഞ്ഞു തരുന്നു. ഈ കലിയുഗത്തിന്റെ അന്ത്യത്തിൽ ആപത്തുകൾ ഒരുപാട് വരാനിരിക്കുന്നു. ആ സമയത്ത് ഓർമ്മയുടെ യാത്രയിലിരിക്കാൻ കഴിയില്ല. ഞാൻ ഓർമ്മയുടെ യാത്ര വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ സമ്പാദ്യം ശേഖരിക്കപ്പെടുന്നു. വിശ്വത്തിന്റെ അധികാരിയാക്കുന്ന ബാബയെ സർവവ്യാപിയെന്നു പറഞ്ഞ് ഗ്ലാനി ചെയ്തു. യോഗാഗ്നിയിലൂടെ ആത്മാവിലെ കറയിളക്കണം. വികർമ്മം വിനാശമാക്കണം. ബാബ എന്നെ ജ്ഞാനത്തിന്റെ ചിതയിലിരുത്തുന്നു. ശിക്ഷകളിൽ നിന്നും മുക്തമാകുന്നതിന് വിജയമാലയിലെ മുത്തായി മാറാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ആത്മീയ വഴികാട്ടിയായി മാറി എല്ലാവരെയും ശാന്തിധാമ വീട്ടിലേക്കുള്ള യാത്ര ചെയ്യിപ്പിക്കുന്നു. ഞാൻ ഓർമ്മയുടെ യാത്ര വർദ്ധിപ്പിച്ച് എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തമാകുന്നു. യോഗാഗ്നിയിലൂടെ ആത്മാവിനെ സത്യമായ സ്വർണമാക്കി മാറ്റുന്നു. ഞാൻ ബാബയുടെ വരദാനത്തിന്റെ സ്മൃതി സ്വരൂപമാകുന്നു. ഓരോ നിമിഷവും അന്തിമ നിമിഷമാണെന്ന് മനസ്സിലാക്കി സദാ എവരടിയായിരിക്കുന്ന തീവ്ര പുരുഷാർത്ഥിയായി ഭവിക്കൂ. ഓരോ നിമിഷവും അന്തിമ നിമിഷമാണ്. സദാ നിർമോഹി, നിർവികൽപ, നിർവ്യർത്ഥ സ്ഥിതിയിൽ എവരടിയായിരിക്കുന്നു. ഏത് കാര്യമായാലും സ്ഥിതി സദാ ഉപരാമം. എന്ത് സംഭവിച്ചാലും അത് നല്ലതായിരിക്കും. നിയമം കയ്യിലെടുക്കുന്നത് ക്രോധത്തിന്റെ അംശമാണ്. ഓം ശാന്തി.